ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും നല്ല അടിച്ചു പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. നമ്മൾ വർഷങ്ങളായി ഞാനും നിങ്ങളും മാത്രമായിട്ട് ഉള്ളൊരു ടോക്ക് ചെയ്തിട്ട് വർഷങ്ങളായി. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് ഫാദറോടെ പോയി ഫാദറിൻ്റെ ഡീറ്റെയിൽസ് എന്താ പറയുന്നത്. ഒരുപാട് കമൻറ്റ്സ് വരണം. ഞാൻ ഏത് ക്യൂവിൻ്റെ അടുത്തൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടലായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ അതിനുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് തരാമെന്ന് വിചാരിച്ച്. സോ ഇന്നത്തെ വീഡിയോ അത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ട്. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര പൈസ യൂസ് ചെയ്ത് ഭയങ്കര റിച്ച് കിഡ്, സ്പോയിൽ കിഡ്, ഭയങ്കര വലിയ ഫാമിലി, കുറേ അങ്ങനത്തെ ഒരു കാറ് വാങ്ങുക, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല. നമ്മളുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാറില്ല, നിങ്ങളെക്കാട്ടിലും ദരിദ്രമായിട്ട് ജീവിച്ച് വന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും ചെറിയ ഒരു വീട്, ഒരൊറ്റ റൂമുള്ളൊരു വീടില്ലേ, അങ്ങനത്തെ ചെത്തിത്തേപ്പ് പോലും കഴിയാത്ത ഒറ്റ റൂമുള്ള വീട്ടിൽ നിന്ന് ഞങ്ങൾ ജീവിച്ച ഞാനും ഉമ്മയും അനിയത്തിയും. നിങ്ങൾക്ക് ഈ കഥ ചെറിയ സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫാദർ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ചെറിയ റൂമിൽ നിന്ന് ഒരു ചെറിയ കിച്ചണിൽ ഇമ്മ എന്താ പറയുക ചിക്കൻ റോളും കട്ട്ലേറ്റും ഉണ്ടാക്കും, എന്നിട്ടത് സെല്ല് ചെയ്യും. അങ്ങനെ ആണ് ഞങ്ങളെ വളർത്തിയത്. ഓക്കെ, അങ്ങനെ ഉമ്മ അവിടെ നിന്ന് കുറേ ഫുഡ് ഉണ്ടാക്കും. നോമ്പൊക്കെ വരുമ്പം വേറെ കുറച്ച് ആൾക്കാരൊക്കെ വരും, എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അന്നേ ഉമ്മ അങ്ങനെ എംപ്ലോയീസിനൊക്കെ എടുത്തിട്ടൊക്കെ ജോലി ചെയ്യായിരുന്നു. ഉമ്മ ഭയങ്കര സംഭവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വളർത്തി. ഞങ്ങൾ ആ ചെറിയ വീട്ടിൽ നിന്ന് പിന്നെ ചെറിയൊരു കോട്ടേജിലേക്ക് മാറി. അവിടെ നിന്ന് പിന്നെയും ഓരോരോ വർക്ക് ചെയ്ത്. അന്ന് ഞങ്ങളെ ഏജ് പറഞ്ഞാൽ 2-3-4 വയസ്സൊക്കെ അല്ലേ, നമുക്ക് പിന്നെ അധികം അറിയില്ല. പക്ഷേ ഇമ്മാൻ്റെ ഒരു ഇത് വെച്ചാൽ മാക്സിമം നമ്മളെ പുഷ് ചെയ്യും. ഇപ്പം ഞങ്ങളെല്ലാം അത്രക്കും കുറച്ച് പൈസ മാത്രമുള്ള കാലമായിരുന്നു. എന്നാലും എന്നെ ഡ്രോയിങ്ങിന് വിടും, പാട്ട് ക്ലാസ്സിന് വിടും. എന്ത് കാര്യം ഉണ്ട് അറിയില്ല കേട്ടോ. എന്നാലും ഡ്രോയിങ് ക്ലാസ്, പാട്ട് ക്ലാസ്, ഡാൻസ് ക്ലാസ്, പിന്നെ പിയാനോ അല്ല ഗിറ്റാർ ഒരു സാധനമല്ലേ, അതിൻ്റെ ക്ലാസ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും. കാരണം ഇമ്മക്കൊരു ആഗ്രഹം എന്താ വെച്ചാൽ ഞങ്ങൾ വലുതായി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ആയി തീരും, അപ്പം ഉമ്മ വിചാരിച്ച പോലുള്ള ലൈഫ് കിട്ടും എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇമ്മ ഞങ്ങളെല്ലാത്തിലും. ഏതിലാണ് കഴിവ് വരിക എന്നറിയില്ലല്ലോ. അങ്ങനെയാണ് കുഞ്ഞുവിനെ എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതലൊക്കെ അമ്മ LKG UKG എന്നൊക്കെ അമ്മ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രോയിങ് എല്ലാം കുഞ്ഞുവിനെയും പഠിപ്പിക്കും, എന്നെയും പഠിപ്പിക്കും. അങ്ങനെ എന്താ പറയുക പഠിപ്പിച്ച് കുറേയൊക്കെ ഇതായി. പിന്നെ ഞാൻ ഡാൻസൊക്കെ അങ്ങ് നിർത്തി. എനിക്ക് ആ കഴിവില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനങ്ങ് നിർത്തി. പക്ഷേ കുഞ്ഞിന് നിങ്ങൾക്ക് പറയാമല്ലോ, അവൾക്ക് ആ കഴിവ് വന്ന് ഗൈസ്. അത് ഉമ്മ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു കഴിവാട്ടോ. അങ്ങനെ ഞങ്ങൾ ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് മാറി. വലിയ വീട് പറയുമ്പോൾ 2 റൂമുള്ള വീട്. അങ്ങനെ ഒക്കെ കോഴിക്കോടുള്ള സമയത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പം പൈസ ഇല്ലയെന്ന് വെച്ചാലും ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മ വാങ്ങിത്തരും. അപ്പോൾ ചില വീട്ടിലിപ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ എന്താ പറയുക വാങ്ങിക്കൊടുക്കില്ല, കഴിയില്ല എന്ന്. പക്ഷേ ഞാനിപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ആ ഒരു കാലഘട്ടത്തിൽ ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പം ആദ്യം YBS എന്ന് പറഞ്ഞൊരു RX100 മോഡൽ ബൈക്കൊക്കെ അല്ലേ, അങ്ങനത്തെ ഒരു ബൈക്ക് വാങ്ങി തന്ന്. പിന്നെ അതിൽ നിന്ന് ഞാൻ വീണ് കൈ പൊട്ടിയപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, ഈ ബൈക്ക് കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ വീണത്, എനിക്ക് നല്ല ബൈക്ക് വേണം, എന്നാൽ ഞാൻ വീയില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മ 220 എന്ന് പറഞ്ഞ വേറൊരു ബൈക്ക് വാങ്ങി തന്ന്. ആ ബൈക്കിൽ ഉമ്മനെ കയറ്റിക്കൊണ്ടുപോയി വീത്തിട്ട്, ഞാൻ വല്യമ്മനെ കയറ്റിക്കൊണ്ടുപോയി വീത്തിട്ട്. ഓ മൈ ഗോഡ്, അതൊക്കെ ഒരു കഥ ആയിരുന്നു. അങ്ങനെ ബൈക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ കുറച്ചുകൂടി നല്ലൊരു വീട്ടിലേക്ക് മാറി. അതായത് എന്താ പറയുക, ഒരു 2 റൂമൊക്കെ ഉള്ള ഒരു വീട്. അത് നമ്മൾ കോഴിക്കോട് തന്നെയാണ്. അപ്പം അങ്ങോട്ട് മാറി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞുവിന് എന്താ പറയുക ഒരു D4 ഡാൻസിലേക്കുള്ളൊരു ഓഫർ വന്നത്. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ടാണ് അമ്മ ആദ്യം കൊച്ചിയിലേക്ക് വന്നത്. ഞാൻ കൊച്ചി കണ്ടില്ല. എനിക്ക് കൊച്ചി എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സിറ്റി, നമുക്ക് നമ്മളുടെ ആ ഒരു നാട്ടിൻ പുറത്തെന്ന് പറഞ്ഞാൽ വലിയൊരു പാടം, അവിടെ ഒരു കൊച്ചു വീട്. ആ കൊച്ചു വീട്ടിലാണ് എൻ്റെ ഫുൾ ലൈഫ് ഡിപ്പെൻഡ് ചെയ്ത് നിന്നത്. എന്താ പറയുക, അതിൻ്റെ പുറത്തേക്കുള്ളൊരു ലോകമേ നമ്മൾ കണ്ടിട്ടില്ല. ബസ് കയറാൻ വരെ പേടി, ടിക്കറ്റ് കൊടുക്കാൻ വരെ പേടിയുള്ളൊരു ക്യാരക്ടറായിരുന്നു എൻ്റേത്. മനസ്സിലായില്ല. അപ്പം അതിൻ്റെ പുറത്തേക്കുള്ളൊരു ലോകം കാണാത്ത രീതിയിൽ. അപ്പം ഉമ്മ കൊച്ചിയിൽ പോകുമ്പോൾ എനിക്കെന്തോ പേടിയാണ്. എന്താ പറയുക, കൊച്ചി നമുക്ക് ബോംബെ ഒക്കെ പോലാണ്. ഭയങ്കര സിനിമയിലൊക്കെ വേണം കൊച്ചിയിൽ കുറേ വെട്ടും കുത്തും, ആ ഒരു സാധനമാണ് നമുക്കറിയുള്ളൂ ചെറുപ്പത്തിലിട്ടാൽ. അങ്ങനെ ഉമ്മ അങ്ങോട്ട് വരും. ഇവിടുന്ന് എന്താ പറയുക അവളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വരും. D4 ഡാൻസിലും അമൃതയിലും കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലേക്ക് വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. പിന്നെ ഊർമിള ഉണ്ണി എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട്. സോ അവരുടെ അസിസ്റ്റൻ്റായിട്ട് ഉമ്മ പോകാൻ തുടങ്ങി. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതുണ്ടാവുമെന്ന്. അങ്ങനെ ഉമ്മ ഒരു ദിവസം പറഞ്ഞ് നമുക്ക് കൊച്ചിയിലേക്ക് താമസം. പറഞ്ഞാണ് കൊച്ചിയിലേക്കാ
എന്തിന്? എനിക്കിവിടാണ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടാണ്, ഞാൻ ഇവിടെ വിട്ട് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച്. അപ്പോഴത്തെ ഞാൻ +2 ഒക്കെ എത്തിയിട്ടോ. അങ്ങനെ ആ വാശി ഇമ്മ പൊട്ടിച്ച് ഒരു വണ്ടിയിൽ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടിയും ഫുൾ ലോഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോന്ന് കൊച്ചിയിലേക്ക്. ഓ മൈ ഗോഡ്, കൊച്ചിയിലെത്തിയപ്പോഴാണ് എന്താ പറയുക ലൈഫേ ചേഞ്ച് ചെയ്ത്. ഇതിൻ്റെ ഇടയിൽ ഇമ്മ എനിക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങി തന്നിരുന്നു. ആ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ കൊച്ചിയിലെത്തിയപ്പോഴാണ് അതിനൊരു കുറച്ച് ക്ലച്ചൊക്കെ, അതൊക്കെ പിന്നെ വീഡിയോയിൽ പറഞ്ഞതാണല്ലോ, ക്ലച്ചൊക്കെ ആയി വന്നത്. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇമ്മ എന്താ പറയുക എനിക്ക് ആ ലാപ്ടോപ്പ് തന്നെ വാങ്ങി തന്നത്. സത്യം പറഞ്ഞാൽ ലാപ്ടോപ്പ് കൈമ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇമ്മ ഞങ്ങളെ ഡാൻസ് പഠിപ്പിച്ച്, പാട്ട് പഠിപ്പിച്ച്, എന്താ പറയുക, ഞാൻ മോണാക്ട് ചെയ്യായിരുന്നു, മിമിക്രി എല്ലാം പഠിപ്പിച്ചിരുന്നു. ഇമ്മ വിചാരിച്ച് ഇവിടെ എത്തിയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പം ഇതിലൊന്നും പെടാത്ത ഒരു സാധനമാണ് ലൈഫിൽ ക്ലിക്കായത്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുക. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം സംഭവിച്ചത്. അതൊരു വലിയൊരു മാസീവ് ഹിറ്റായി. ഞാനും കുഞ്ഞുമ്മയും കൂടി കുറേ വീഡിയോസൊക്കെ ചെയ്ത് അതൊരു മാസീവ് ഹിറ്റായി. അങ്ങനെ ഇമ്മ എനിക്ക് അന്നൊരു ലാപ്ടോപ്പ് ലൈക്ക് അറൗണ്ട് ഒരു 80K ലാപ്ടോപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അത് വാങ്ങി തന്ന ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് എന്തിനാണ് എനിക്കത് വാങ്ങിക്കൊടുത്തതെന്ന് കഴിച്ചിട്ട്. പക്ഷേ ആ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഇന്നിപ്പോൾ ഒരു 100, 200, 300 അങ്ങനത്തെ ലാപ്ടോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക ലെവലിലേക്ക് ഞങ്ങളെത്തി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ താങ്ക്സ് ടു യൂട്യൂബ് ഈസ് മൈ സെക്കൻഡ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് ഗൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ലൈഫ് പോവുക. ഈ പാട്ട്, ഡാൻസ് ഒന്നിലും ക്ലിക്കായില്ല. ക്യാമറ പിടിച്ച് വ്ളോഗ് ചെയ്യുന്നൊരു സാധനം നമ്മളെ നാട്ടിൽ അതില്ലായിരുന്നു ഗൈസ്. കോഴിക്കോടൊന്നും ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു വ്ളോഗിങ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഈവൻ യൂട്യൂബ് പോലും ഇല്ല. യൂട്യൂബ് ഉണ്ട്, പക്ഷെ ഞങ്ങളിലല്ലേ, ഞങ്ങൾ ചെറിയ ഫോണല്ലേ, കാണാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല, നമ്മളൊരു കാർഡുണ്ട് 139 MB കിട്ടും. ആ കാർഡ് ചുരണ്ടി റീചാർജ് ചെയ്തിട്ടാണ് നെറ്റ് തന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുക. എന്ത് ബ്രൗസ് ചെയ്യുന്നത്? തേങ്ങില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അങ്ങനത്തെ കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ജിയോ വന്ന് ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ജിയോ വന്നത്. പിന്നെ ഫ്രീ വൈഫൈ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് കുറേ ആൾക്കാർ കണ്ട് അങ്ങനെ സക്സസ് ആയി. ഇപ്പം ഞാനിപ്പോൾ ഓർക്കും ആ ലാപ്ടോപ്പ് അന്നമ്മ വാങ്ങി തന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലാപ്ടോപ്പ് ആണെങ്കിൽ. കാരണം ആ എനിക്കറിയില്ല, അത്രയും വിലപിടിപ്പുള്ളൊരു ലാപ്ടോപ്പ് വാങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം ഇത്ര പൈസേൻ്റെ സാധനം വാങ്ങിയതല്ലേ, ഇത് വെറുതെ യൂസ് ഇല്ലാതെ കളയണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അതിൽ 20,000 30,000 ഞാൻ പോട്ടെന്ന് വിചാരിച്ച് നല്ല കളിച്ച് നടക്കുകയായിരുന്നു. അപ്പം പിന്നെ എന്താ പറയുക, ഇത്രയും സക്സസ് ഇടയിൽ ഇമ്മയും ഞങ്ങൾ ഫാമിലിയൊക്കെയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ എത്തിയത്. കാരണം ഇത് സ്റ്റോറി പറയാൻ കാരണം ഒരുപാട് പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, എന്തോ കുറേ പൈസ ഇങ്ങനെ ദൂരത്തടിച്ച് നടക്കുന്ന ഒരു ഫാമിലിയാണെന്ന്. പൈസൻ്റെ വില നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. അതിലൊരു മാറ്റവും ഒരു ഇതുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം, എങ്ങനെ എടുത്തു വെക്കണം നന്നായിട്ട് അറിയാം, എങ്ങനെ ഉണ്ടാക്കണമെന്ന് നന്നായിട്ട് അറിയാം. അതൊക്കെ പഠിച്ച് എല്ലാം ഓൾവേസ് താങ്ക്സ് ടു യൂട്യൂബ്. പിന്നെ ഫാദറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഇമ്മയും ഇപ്പം ചെറുപ്പം മുതലേ സെപ്പറേറ്റഡ് ആണ്. ലീഗലി ഡിവോഴ്സ്ഡ് ആണ് മമ്മി. സോ ഇമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ എത്രയും കാലം നോക്കിയതും വളർത്തിയതും. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന ലൈക്ക് എന്താ പറയുക, എനിക്കൊരു പൊട്ടൻഷ്യൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 100, 200 മടക്കായിട്ട് അത് തിരിച്ചും കൊടുത്തു. നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ്. ഞങ്ങളെ നോക്കിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ട്രഗിളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇമ്മനപ്പം ഞാൻ കൊണ്ട് നടക്കുന്നത്. നോ വറീസ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടച്ച് വിടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ റൈനാസ് കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംരംഭം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വന്ന വഴി മറക്കരുതല്ലോ. അപ്പോൾ ഇമ്മ അന്ന് അത് വിറ്റിട്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. സോ ഇന്ന് അത് കുറച്ചുകൂടി ഒരു ഹ്യൂജ് സ്കെയിലിൽ, കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറിയിൽ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത്. സോ അതിലിങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു ചോദ്യം വേണ്ട, നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരു ക്യാരക്ടറില്ല. സോ ഞാനും ഇമ്മ അനിയത്തി ഇപ്പം അൽഫി അങ്ങനെയുള്ളൊരു കൊച്ചു ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ദയവ് ചെയ്ത് ഇനി താഴത്ത് കമൻറ്റ് ചെയ്തത്. കാരണം 10-20 വർഷം മുമ്പേ സെപ്പറേറ്റഡ് ആയതാണ്. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനൊന്നുമില്ല, മനസ്സിലായി. ഇമ്മക്കും ഒന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ കുറേ ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇറ്റ്സ് ഗോൺ. പിന്നെന്താ പറയുക,
അത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് കുറേ വേണ്ടാത്ത രീതിയിൽ കമൻസും കാര്യങ്ങളും കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറഞ്ഞങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചത്. മനസ്സിലായില്ലേ? ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇൻഷാ അല്ലാഹ്. സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങളോട് ഈ വീഡിയോ കാണുന്നതോട് പറയാം, നെവർ ഗീവ് അപ്പ് യുവർ ഹോപ്പ്. കഷ്ടപ്പെടുക, പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടെങ്കിലേ വില ഉള്ളൂ. അത് പൈസ ഉള്ളവർക്കും അറിയാം, പൈസ ഇല്ലാത്തവർക്കും അറിയാം. സോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുക. കുറേ നിങ്ങൾക്കറിയാം എത്രമാത്രം നെഗറ്റീവിലൂടെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി വന്നതെന്ന്. ഇഷ്ടം പോലെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ബാക്ക് ഓഫ് ചെയ്യാണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് തന്നെ പോയതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു സക്സസ് ഉണ്ടായത്. സോ നിങ്ങൾക്കും സക്സസ് ഉണ്ടാവട്ടെ, എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ.